നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, ഇന്ന് ഡ്യുവൽ ക്യാമറയും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയുള്ള മൊബൈൽ ഫോണുകൾ വിപണികൾ കീഴടക്കിയിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഡ്യുവൽ ക്യാമറയും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും കുറഞ്ഞത് 3000 mAh ബാറ്ററിക്കുള്ള ഒരു മൊബൈൽ ഫോൺ നമുക്കിത് വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ മുതൽ അതിന് മേൽക്കൂട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വില സാധാരണക്കാരായ ആൾക്കാർക്ക് താങ്ങാൻ കുറച്ച് പ്രയാസമാണ്. എന്നാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്പനിയായ iVooMi അവരുടെ പുതിയ മോഡലായ iVooMi i1 എന്ന ഒരു കിടിലൻ മൊബൈൽ ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ്. ആ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ iVooMi i1 എന്ന മൊബൈൽ ഫോൺ. വളരെ മനോഹരമായ ഒരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ലഭിക്കുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ എല്ലാ മൊബൈൽ ഫോണും ലഭിക്കാറുള്ളത് പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മുടെ iVooMi i1 എന്ന മൊബൈൽ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. വളരെ മനോഹരമായ ഒരു മോഡൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിൻ്റെ ബോഡിക്ക് കമ്പനി നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ തൂക്കം 165 ഗ്രാമാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ തൂക്കം. അടുത്തതായി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ മറ്റ് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു വാറണ്ടി കാർഡോട് കൂടിയിട്ടുള്ള ഒരു യൂസർ മാനുവലും ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ കമ്പനി നൽകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരു 1 ആമ്പിയറിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററും നമ്മുടെ മൊബൈൽ ഫോണ് ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിളും കമ്പനി ഇതോടൊപ്പം നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ ഈ iVooMi i1 കാണാൻ സാധിക്കുന്നത്. ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5.45 ഇഞ്ച് HD ഡിസ്പ്ലേയും അതുപോലെ തന്നെ 1280 ഇഞ്ച് 640 പിക്സൽ റെസൊല്യൂഷനുമാണ് കമ്പനി ഈ ഒരു മൊബൈൽ ഫോണിന് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയൊന്ന് പരിചയപ്പെടാം. ബാക്ക് ക്യാമറയായി 13 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സലിൻ്റെയും 2 ക്യാമറകളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ബാക്കിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്തായി സ്പീക്കറും അതുപോലെ തന്നെ മുകൾ ഭാഗത്തായി 3.5 mm ഒരു ഓഡിയോ പോർട്ടും ഒരു USB പോർട്ടും കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ വലതുവശത്തായി ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണും കമ്പനി നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയായി നൽകിയിരിക്കുന്നത് 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയായി കമ്പനി നൽകിയിരിക്കുന്നത്.
അടുത്തതായി നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ ക്യാമറയുടെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നമ്മുടെ ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുന്ന ഓപ്ഷനായ ബൊക്കെ എഫക്റ്റ് ഈ ഒരു മൊബൈൽ ഫോണിന് കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്യാമറയിലുള്ള HDR മോഡ് അതുപോലെ എല്ലാ ഫീച്ചറുകളും ഈ ഒരു മൊബൈൽ ഫോണിനും കമ്പനി നൽകിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, വളരെ മനോഹരമായ ഒരു ചിത്രം തന്നെ ഈ ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ചിത്രം തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലൂടെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിലും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പിക്ചർ തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 GB റാമും 16 GB ഇന്റേണൽ മെമ്മറിയും 128 GB വരെ SD കാർഡും യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സിസ്റ്റമാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ കമ്പനി നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ 2 വേരിയൻറ്റിൽ ലഭ്യമാണ്. 2 GB റാമും 16 GB ഇന്റേണൽ മെമ്മറിയും അതുപോലെ തന്നെ 3 GB റാമും 32 GB ഇന്റേണൽ മെമ്മറിയും എന്ന 2 തരത്തിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്തതായി ഇതിൻ്റെ പ്രൊസസ്സറെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 7 MediaTek പ്രൊസസ്സറാണ് iVooMi കമ്പനി ഈ ഒരു മൊബൈൽ ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3000 mAh ബാറ്ററിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന് iVooMi കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറും 4G വോൾട്ടി സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ 2 സിമ്മും അതോടൊപ്പം തന്നെ SD കാർഡും യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും ഒന്നെങ്കിൽ 2 സിമ്മും അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡുമാണ് യൂസ് ചെയ്യാൻ സാധിക്കാറുള്ളത്. എന്നാൽ iVooMi i1ൽ നമുക്ക് 2 സിമ്മും ഒരു SD കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 GB റാമിന് 5999 രൂപയ്ക്കും അതുപോലെ തന്നെ 3 GB റാമിന് 6999 രൂപയ്ക്കും നമുക്കിന്ന് ഫ്ലിപ്കാർട്ടിലൂടെ ലഭിക്കുന്നതാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ല ഒരു മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെയുള്ള ടെക്നോളജിപരമായ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഉബൈദ് ഗാലക്സി.